ഇപ്പോൾ വാഹനത്തിന്റെ ഏകദേശം പകുതി ഭാഗം, ക്യാബിനടക്കമുള്ള പകുതി ഭാഗം ഉയർന്ന നിലയിലാണ്. ബാക്കിയുള്ള ഭാഗം കൂടി ഉയർത്തി കരയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണോ നടക്കുന്നത്? അങ്ങനെ തന്നെയാണ്. നിലവിൽ ആ ഒരു വാഹനത്തെ കരയോട് അടുപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ കാർവാർ MLA സതീഷ് കൃഷ്ണസ്ഥേലി സംസാരിച്ചത്. അദ്ദേഹം പറയുന്നത് കൃത്യമായി ഈ ഒരു വാഹനത്തിനകത്ത് നിന്ന് മൃതദേഹം കണ്ടെത്തി എന്നുള്ള കാര്യം സ്ഥിരീകരിക്കുന്നു. അതിനുശേഷം പിന്നീട് ആ മൃതദേഹം അതിനകത്ത് നിന്ന് മാറ്റിയിട്ടുണ്ട്. കൂടുതൽ മൃതദേഹ ഭാഗങ്ങൾ ഈ വാഹനത്തിനകത്തുണ്ടോ എന്നുള്ളത് സംബന്ധിച്ചുള്ള പരിശോധനയിലേക്ക് കടക്കുകയും വേണം. ഫ്രണ്ട് വീലും അതിന് തൊട്ടു പുറകിലുള്ള ക്യാബിനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഭാഗത്തെ വീലും ഉൾപ്പെടെയുള്ള ഭാഗങ്ങളാണ് നിലവിൽ കണ്ടെടുത്തിരിക്കുന്നത്, ഉയർത്തി വെച്ചിരിക്കുന്നത്. അതിന് താഴ്ഭാഗത്തേക്ക് കൂടുതൽ ഭാഗമുണ്ടോ എന്നുള്ളത് സംബന്ധിച്ചുള്ള വ്യക്തത നമുക്ക് വരേണ്ടതുണ്ട്. അത് അല്പസമയത്തിനകം തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. ബംഗളൂരുവിലെ ലാബിലേക്കായിരിക്കും DNA പരിശോധനയ്ക്ക് വേണ്ടി മൃതദേഹത്തിന്റെ ഭാഗങ്ങൾ അയക്കുക എന്നുള്ളതാണ്. നേരത്തെ തന്നെ ഈ കുടുംബാംഗങ്ങളുടെയൊക്കെ DNA പരിശോധനാ ഫലം ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ നടപടികളിലേക്ക് കടക്കുകയും ചെയ്യും. പോലീസും ഒപ്പം തന്നെ ഈ ബന്ധുക്കളുമൊക്കെ ചേർന്ന് ഈ കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തുകയാണ് എങ്കിൽ മൃതദേഹം വിട്ടു നൽകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തടസ്സങ്ങളില്ല എന്നുള്ള കാര്യവും MLA അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ തന്നെ ഈ തരത്തിൽ മണ്ണിടിച്ചിലുണ്ടായതിന്റെ നേർ വിപരീത വശത്ത്, പ്രത്യേകിച്ച് ലക്ഷ്മണന്റെ ദാപ കിടന്നിരുന്നതിന്റെ പുറകുവശത്ത് ഇത്തരത്തിൽ കൂടുതൽ സെർച്ചിലേക്ക് പോകണം എന്നുള്ള ഒരു നിലപാട് ഉത്തരകന്നഡ ജില്ലാ ഭരണകൂടം സ്വീകരിച്ചിരുന്നു. പക്ഷേ പിന്നീട് വന്ന പല പരിശോധനകളിലും സ്ട്രോങ്ങസ്റ്റ് പോയിന്റ് എന്ന് കണ്ടെത്തുന്നത് മറ്റു പല മേഖലകളുമായി മാറി എന്നുള്ളത് കൂടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയാണ് പരിശോധനകൾ ആ നിലയിലേക്ക് പോവുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഡ്രഡ്ജർ എത്തിച്ചതോടുകൂടി പല കേന്ദ്രങ്ങൾ ക്രമീകരിച്ചുകൊണ്ട് അത്തരത്തിൽ പരിശോധനകൾ നടത്തുകയായിരുന്നു. എന്നാൽ ആ പരിശോധനകളിലൊന്നും തന്നെ കൃത്യമായ ഒരു വിവരത്തിലേക്ക് എത്താൻ കഴിയാത്ത സ്ഥിതിവിശേഷം ഉണ്ടാവുകയും ചെയ്യുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ CP2 കോൺടാക്ട് പോയിന്റ് 2 എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അതിന്റെ 30 മീറ്റർ വിസ്താരത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ അർജുൻ ഓടിച്ചിരുന്ന വാഹനം കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്. പക്ഷേ നമ്മളെവരും ഈ ഒരു ദൗത്യം തുടങ്ങുന്ന ഘട്ടം മുതൽ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന ആ ഒരു നിലയ്ക്കല്ല കാര്യങ്ങൾ എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ ദുഃഖകരമായ ഒരു സാഹചര്യം ഉണ്ടാക്കുന്നത്. മറ്റൊന്ന്, ആ കുടുംബത്തെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും ആശ്വാസകരമായ നിലയിലേക്ക്, ഒന്നുമില്ലെങ്കിൽ അന്ത്യകർമ്മം ചെയ്യാനെങ്കിലും അർജുന്റെ മൃതദേഹ ഭാഗങ്ങൾ കണ്ടെത്താൻ കഴിയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറി എന്നുള്ള ഒരു സാഹചര്യവും കൂടി നിലനിൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഉത്തരകന്നഡ ജില്ലാ ഭരണകൂടം തുടക്കം മുതൽ ഈ ഒരു ദൗത്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലതരത്തിൽ പ്രശ്നങ്ങളും ഒപ്പം തന്നെ പ്രതിസന്ധികളും ഒക്കെ നേരിട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ഓരോ ഘട്ടങ്ങളിലും ഓരോ നിലയ്ക്ക് നടത്തിയ നീക്കങ്ങൾ എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും സജീവമായി കാണേണ്ടത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ആ ഡിങ്കി ബോട്ട് ഈ ഒരു മേഖലയിലേക്ക് അടുപ്പിച്ച് നിർത്തിയിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് നേരത്തെ മൃതദേഹ ഭാഗങ്ങൾ മാറ്റിയിരിക്കുന്ന ഡിങ്കി ബോട്ട് തന്നെയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് SDRFന്റെ ഉദ്യോഗസ്ഥരുൾപ്പെടെ നിർദ്ദേശങ്ങൾ SDRF സംഘാംഗങ്ങൾക്ക് നൽകുന്നത് കൂടി കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ സമയത്തിനകം തന്നെ അങ്കോലയിലെ ആശുപത്രിയിലേക്ക് ഈ മൃതദേഹ ഭാഗങ്ങൾ മാറ്റേണ്ടതുണ്ട്. ആ നിലയിലേക്ക് കൂടി കാര്യങ്ങൾ പോകും. ഇനിയിപ്പോൾ അതിന് മുന്നോടിയായി തന്നെ ഈ ക്യാബിൻ പാർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ പരിശോധനകളിലേക്ക് കടക്കുമോ എന്നുള്ളത് കൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. അത്തരം പരിശോധനകളിലേക്ക് പോകാനുള്ള ശ്രമങ്ങളുണ്ടോ എന്നുള്ളത് കൂടിയാണ് ഈ ഒരു ദീപക്. അർജുന്റെ ശരീരത്തിന്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ ക്യാബിനിൽ നിന്ന് കണ്ടെടുക്കാൻ കഴിഞ്ഞത്. 71 ദിവസമായതിനാൽ തന്നെ ദേഹഭാഗങ്ങളൊക്കെ അഴുകി പലയിടങ്ങളിലേക്കാകാനുള്ള, ക്യാബിനിൽ തന്നെ പല ഭാഗത്തായി വീഴാനുള്ള സാധ്യതയൊക്കെയുണ്ട്. അതുകൊണ്ട് ഈ ലോറി പൂർണ്ണമായും ഉയർത്തി ക്യാബിനുള്ളിൽ മറ്റു ഭാഗങ്ങൾ കൂടി ഉണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ടോ? അത്തരം നീക്കത്തിലേക്ക് പോകുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. MLA തന്നെ അത്തരത്തിലുള്ള സൂചനകൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. കൂടുതൽ മൃതദേഹ ഭാഗങ്ങൾ ആ വാഹനത്തിനകത്തുണ്ടോ എന്നുള്ളത് സംബന്ധിച്ചുള്ള പരിശോധനയിലേക്ക് കടക്കുമെന്നുള്ളതാണ് അദ്ദേഹം അറിയിച്ചിട്ടുള്ളത്. പക്ഷേ നിലവിൽ നമ്മൾ നേരത്തെ കാണുന്ന ആ ദൃശ്യത്തിനപ്പുറത്തേക്ക് ഈ വാഹനം ഉയർത്തുന്ന നടപടികളിലേക്ക് കടന്നിട്ടില്ല. ഇപ്പോൾ SDRF സംഘാംഗങ്ങൾ ആ മേഖലയിലേക്ക് എത്തിയിട്ടുണ്ട്. ഞാൻ കരുതുന്നത് അദ്ദേഹം ഒരു ഉദ്യോഗസ്ഥൻ നിലവിൽ ആ ഒരു വാഹനത്തിന്റെ ക്യാബിനകത്തേക്ക് പ്രവേശിക്കുമെന്നുള്ളത് തന്നെയാണ്. അദ്ദേഹം ആ വാഹനത്തിനകത്തേക്ക് പ്രവേശിക്കാനുള്ള ഒരുക്കങ്ങൾ നടത്തുന്നതായാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ അതിന്റെ ക്യാബിൻ പാർട്ടുമായി ബന്ധപ്പെട്ട മേഖലയിലേക്ക് അദ്ദേഹം ഒരുപക്ഷെ കടന്ന് അതിനകത്ത് ആ ഒരു കോർണർ, അതിന്റെ വാഹനത്തിന്റെ ഒരു കോർണറിലേക്ക് ഏതെങ്കിലും തരത്തിൽ ശരീരഭാഗങ്ങൾ കുടുങ്ങിക്കിടപ്പുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു വ്യക്തത വരുത്തുമെന്ന് കൂടി പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും ദുഃഖകരമായ കാഴ്ചകൾ തന്നെ കാണേണ്ടി വരുന്നു എന്നുള്ള സാഹചര്യമാണ് ഉള്ളത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. അതിന്റെ അകത്തു നിന്ന് കൂടുതൽ
വാഹനത്തിൻ്റെതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ എന്ന് മനസ്സിലാക്കുന്നു. കൂടുതൽ ഭാഗങ്ങൾ വസ്ത്രത്തിൻ്റെതുൾപ്പെടെ എന്നുള്ളതാണ് കരുതുന്നത്. അതെല്ലാം പുറത്തേക്ക് എടുക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഏറെ സങ്കടകരമായ കാഴ്ച എന്നുള്ളതിനപ്പുറത്ത് വിവരിക്കാൻ നമുക്ക് കഴിയാത്ത സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ആ വാഹനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ തന്നെ നമ്മൾ ആ കാത്തിരിപ്പിൽ അർജുന്റെ വാഹനം പോലും കാണാൻ കഴിയുന്നില്ല എന്നതിലേക്ക് ആ കാത്തിരിപ്പ് ഒരു വേദനയായി മാറി. അതിനൊടുവിൽ ഇപ്പോൾ ആ ട്രക്ക് ഉയർത്തിയെടുക്കുമ്പോൾ പലയിടങ്ങളിൽ നിന്നായി ഓരോ ഭാഗങ്ങളായി എടുക്കുന്ന ഏറ്റവും വിഷമിപ്പിക്കുന്ന കാഴ്ച തന്നെയാണ് ദീപക്കിന് തൊട്ടു മുന്നിലുള്ളതെന്ന് മനസ്സിലാക്കുന്നു. ഇതിനു മുൻപ് അവിടെ എത്തിയപ്പോൾ, ഷിരൂരിലെത്തിയപ്പോൾ നമ്മൾ തേടിയത് അർജുനെയാണ്. അർജുൻ എവിടെ രക്ഷപ്പെട്ടിട്ടുണ്ടാകുമോ എന്ന് പോലും ആദ്യ ദിവസങ്ങളിൽ നമ്മൾ കരുതിയിരുന്നു. പക്ഷേ പിന്നീട് അതിനുള്ള സാധ്യത മങ്ങി. ഇപ്പോഴിതാ മൃതദേഹ ഭാഗങ്ങൾ ട്രക്കിനുള്ളിൽ നിന്ന് വീണ്ടെടുക്കുന്നതാണ് നമ്മൾക്ക് കണ്ടു നിൽക്കേണ്ടി വരുന്നത്. ദീപക്ക് ട്രക്ക് കരയിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ, അതായത് അവിടെ വെച്ച് തന്നെ പൂർണ്ണമായും ഒന്ന് പരിശോധിക്കുക, അതാണോ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്? ഏറെക്കുറെ അതിനകത്തുള്ള പരിശോധനകൾ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് കരുതുന്നത്. ഇപ്പോൾ ഡിങ്കി ബോട്ട് മൃതദേഹ ഭാഗങ്ങളുമായി ഈ മേഖലയിൽ നിന്ന് തിരിക്കുകയാണ്. ഇനിയിപ്പോൾ ലോറി കൂടുതൽ ഉയർത്തുന്ന നടപടിയിലേക്കായിരിക്കും കടക്കുക എന്നുകൂടി അനുമാനിക്കുന്നു. നേരത്തെ ഉണ്ടായിരുന്ന ആ മേഖലയിലേക്ക് തന്നെ മൃതദേഹ ഭാഗങ്ങൾ അടങ്ങിയ ഡിങ്കി ബോട്ട് മാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ വാഹനം ഉയർത്തുക എന്നുള്ള നടപടിക്രമത്തിലേക്ക് കടക്കുമെന്നുള്ളത് തന്നെയാണ് കരുതുന്നത്. അങ്ങനെയാണെങ്കിൽ അല്പസമയത്തിനകം തന്നെ ആംബുലൻസ് സർവീസ് ഉപയോഗിച്ച് അങ്കോലയിലെ ആശുപത്രിയിലേക്കായിരിക്കും മൃതദേഹ ഭാഗങ്ങൾ മാറ്റുക. പിന്നീടായിരിക്കും കൂടുതൽ DNA പരിശോധന ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകേണ്ടി വരിക. അത്തരം നടപടിക്രമങ്ങളിലേക്ക് പോയി അക്കാര്യത്തിൽ ഒരു അന്തിമ സ്ഥിരീകരണവും കൂടി വരുത്തിയതിനു ശേഷമായിരിക്കും ഈ മൃതദേഹം വിട്ടുകൊടുക്കുന്ന അടക്കമുള്ള നടപടിയിലേക്ക് കടക്കുക എന്നാണ് കരുതുകയും ചെയ്യുന്നത്. എന്തായാലും ഏറെ ദുഃഖകരമായ സാഹചര്യം എന്നുള്ളതിനപ്പുറത്തേക്ക് നമുക്ക് ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നതിൽ പോലും വലിയ ബുദ്ധിമുട്ട് നേരിടുകയാണ്. പ്രത്യേകിച്ച് തുടക്കം മുതൽ വളരെ ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയാണ് ഈ ഒരു ദൗത്യത്തെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ഒരു ഘട്ടത്തിൽ ഈ വാഹനത്തിന്റെ ഉറപ്പുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നു. ആ ക്യാബിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതങ്ങനെ പെട്ടെന്ന് തകരുന്നതല്ല എന്ന തരത്തിൽ പോലും ആ ചർച്ചകളിലേക്ക് കാര്യങ്ങൾ എത്തുന്ന സാഹചര്യം പോലും ഉണ്ടായി. ഓരോ മലയാളിയും ഓരോ ഘട്ടത്തിലും ഷിരൂരിൽ എന്തായി കാര്യങ്ങളെന്ന് പലപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന, ഇടവേളകളിൽ ഇല്ലാതെ തന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യം ഒക്കെ സംജാതമായത് നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ഇപ്പോൾ ഈ വാഹനം കാണുമ്പോൾ ഈ ഒരു ദുരന്തത്തിന്റെ വ്യാപ്തി എത്രത്തോളമായിരുന്നു എന്നുള്ളത് വളരെ പ്രകടമായി തന്നെ ബോധ്യമാകുന്നതാണ്. കഴിഞ്ഞ ദിവസമൊക്കെ ചില സംശയങ്ങൾ പല കോണുകളിൽ നിന്ന് ഉയർന്നു കേൾക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഈ വാഹനവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, പ്രത്യേകിച്ച് ഈ മേഖലയിൽ നടന്ന അപകടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തരത്തിലുള്ള ബ്ലാസ്റ്റ് നടന്നു എന്ന തരത്തിൽ പോലും കഥകൾ പ്രചരിച്ചിരുന്നു. പക്ഷേ അപ്പോഴും നമ്മൾ പറയുന്നുണ്ടായിരുന്നു, ആ കണ്ടെടുത്ത വാഹനങ്ങൾ ഛിന്ന ഭിന്നമായി കിടക്കുന്ന കാഴ്ചകൾ നമ്മൾ പല മേഖലകളിൽ നിന്ന് കണ്ടപ്പോഴും പറയുന്നുണ്ടായിരുന്നു. അത്രത്തോളം മണ്ണും കല്ലും ഒക്കെ വന്നടിഞ്ഞിട്ടുള്ള ഒരു മേഖലയാണ്. അപ്പോൾ ഒരു വാഹനത്തിന്റെ കരുത്ത് എന്ന് പറയുന്നത് അത് ആ നിലയ്ക്കൊന്നും തന്നെ പൂർണ്ണമായും അതിജീവിക്കാൻ കഴിയുന്നതാകണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഈ വാഹനത്തിന്റെ ഭാഗങ്ങളെല്ലാം ഭിന്നിച്ച് കിടക്കുന്നത് കണ്ടതുകൊണ്ട് കേവലം ബ്ലാസ്റ്റ് നടന്നു എന്ന തരത്തിൽ പോലും പറയാൻ കഴിയില്ല എന്നുള്ളത് നമ്മൾ പറഞ്ഞതാണ്. വാഹനം കാണുമ്പോഴും ദീപക്, നമുക്ക് ആ ദൃശ്യങ്ങളിലേക്കൊന്ന് ഫോക്കസ് ചെയ്യാം. ആ വാഹനം ഇപ്പോൾ ഡ്രഡ്ജറിലേക്ക്, ഇപ്പോൾ അവർ നിൽക്കുന്ന ഇടത്തു നിന്ന് ആളുകളെ അവിടെ നിന്ന് മാറ്റി ആ ഭാഗത്തേക്കാണോ അത് ഉയർത്തിവെക്കാൻ, ഡ്രഡ്ജറിൽ എവിടെയാണ് അതിനുള്ള ഒരു സംവിധാനം ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്? ആ വാഹനം അതിൽ കയറ്റി ഡ്രഡ്ജർ കരയിലേക്ക് അടുപ്പിക്കുകയായിരിക്കുമോ ഉണ്ടാവുക? സുജയ്, പൂർണ്ണമായും കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കണ്ടതുപോലെ വാഹനത്തിന്റെ ഭാഗം ഉയർത്തിയെടുത്ത് അത് ഡ്രഡ്ജറിലേക്ക് മാറ്റിവെക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇല്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ അനുമാനിക്കുന്നത്. കാരണം അതിന്റെ ടോൾ ബോക്സ് ഉൾപ്പെടെയുള്ള മേഖലയാണ് ഈ വാഹനം നിൽക്കുന്ന ഏരിയ എന്ന് പറയുന്നത്. അതിനപ്പുറത്തേക്ക് ആ ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് നീക്കി വെക്കുക എന്ന് പറയുന്നത് ശ്രമകരമായ ദൗത്യവുമാണ്. ഇപ്പോൾ കൂടുതൽ പരിശോധനകൾ ആ ക്യാബിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ക്യാബിനകത്ത് ഏതെങ്കിലും തരത്തിൽ കൂടുതൽ ശരീരഭാഗങ്ങൾ അകപ്പെട്ട് കിടപ്പുണ്ടോ എന്നുള്ളത് സംബന്ധിച്ചുള്ള പരിശോധനയാണ് നടക്കുന്നത് എന്നുള്ളതാണ്. ആ കാര്യത്തിൽ അന്തിമമായ ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് അത് അവിടെ നിന്നും മാറ്റുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ്. സ്വാഭാവികമായും ഇവിടെ നിന്നും നീക്കി ഈ ഒരു മേഖലയിൽ നിന്നും ഏതാണ്ട് 500 മീറ്റർ മാറി ഒരു ദേവസ്ഥാനം ഉൾപ്പെടെയുള്ള പ്രദേശമുണ്ട്. ആ മേഖലയിലാണ് കുറച്ചുകൂടി എളുപ്പത്തിൽ ഇത് മുകൾ തട്ടിലേക്ക് എത്തിക്കാൻ കഴിയുന്ന സാഹചര്യമുള്ളത്. ഒരു പക്ഷേ ഇനി അങ്ങോട്ടേക്ക് നീക്കുന്ന നടപടിയിലേക്ക് കടക്കുമോ എന്നുള്ളത് സംബന്ധിച്ച് ഈ ഒരു ഘട്ടത്തിൽ വ്യക്തതയില്ല. എന്തായാലും ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടത്തെ സംബന്ധിച്ച്, കർണാടക സർക്കാരിനെ സംബന്ധിച്ച് ഇതുവരെ നടത്തിയ നീക്കങ്ങൾക്കൊടുവിൽ ഒരു റിസൾട്ടിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള ചാരിതാർത്ഥ്യമുണ്ട്.